7 മാസം മുമ്പ് പമ്പയുടെ തീരത്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു പരിപാടി നടന്നു. ആഗോള അയ്യപ്പ സംഗമം. ഇതുവരെ അതിൻ്റെ ചിലവെത്ര വരവെത്ര എന്ന രീതിയിൽ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എവിടെ പോയി ഇതിനു വേണ്ടി മുടക്കിയ കോടികൾ? എന്താണ് ഇതിൻ്റെ കണക്ക്? ആരാണ് ഇതിന് ഉത്തരം പറയുന്നത്? ആഷിക്ക് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ്. ഇവരുടെ എന്താ പറയുന്ന ഈ ഒരു പരിപാടി നടത്തുവാനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചിരുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ വെറും കമ്പനി അല്ല, അല്ല അത് പറയാം നമ്മൾ കമ്പനി അല്ല അത്. അതായത് റോഡ് പണിയണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഊരാളുങ്കൻ വേണം, വീട് പണിയണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഊരാളുങ്കൻ വേണം, ആഗോള അയ്യപ്പ സംഗമത്തിന് വേദി കെട്ടാൻ വരേക്ക് ഊരാളുങ്കൻ വേണം. ഇപ്പോൾ ഊരാളുങ്കൻ പറയുന്നത് 7,11,00,000 രൂപ ഞങ്ങൾക്ക് കിട്ടുവാനുണ്ട്, അത് കിട്ടണം. പക്ഷെ ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾ 5 കോടി വരേക്കും കൊടുക്കാം. അത് ഓൾറെഡി ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻസിന്റെ കീഴിൽ വരുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്ന ടീം, അവരൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് അവിടെ വരുന്നത്. ഊരാളുങ്കൽ ഇവന്റ് മാനേജ്മെന്റേഴ്സ് എന്ന് പേരിട. ഈ ഊരാളുങ്കൽ ആരാണെന്ന് ആർക്കും അറിയില്ല. ഊരാളുങ്കൽ എന്ന് കേട്ടിട്ടുണ്ട്. ഊരാളുങ്കൽ എന്താണെന്നോ ആരാണെന്നോ ആരുടെ ഉടമസ്ഥയിലുള്ളതാണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരും കൈമലത്തും, ഈ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻസും കൈമലത്തും, ഊരാളുങ്കൽ ഇവന്റ്സും കൈമലത്തും. എന്താണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ ഊരാളുങ്കനെ പറയാം. കോർപ്പറേറ്റ്, അതെ, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ്. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരി, അതെ, സഖാക്കന്മാരുടെ കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റ് 7,11,00,000 രൂപ ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾ 5 കോടി വരേക്കും തരാം. ആ 5 കോടി ഓൾറെഡി ഇവർ എഗ്രിമെന്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 2,11,00,000 രൂപ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പം നമ്മുടെ ഈ വീഡിയോ പോലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചോദിക്കും 5 കോടി പറഞ്ഞിട്ട് 7 കോടി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കും, ചിലപ്പോൾ കൊടുത്തു. കാരണം ദേവസ്വം ബോർഡ് ആരാണ് ഭരിക്കുന്നത്? സർക്കാർ തന്നെയാണ്. സർക്കാർ തന്നെയാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ചുമതല ആർക്കാണുള്ളത്? വി.എൻ. വാസവൻ. ഈ വി.എൻ. വാസവൻ എന്ന് പറയുന്ന ആരാണ്? CPM-ന്റെ മന്ത്രി. CPM-ന്റെ മന്ത്രി എന്നുള്ളത് മാത്രമല്ല, ഒരു വലിയ പിണറായി പക്ഷക്കാരൻ കൂടിയാണ്. പിണറായി സാറിൻ്റെ ഒരു വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയം ജില്ലയിൽ പിണറായിയുടെ കൈയാണ് ഈ പറയുന്ന വി.എൻ. വാസവൻ. ഈ വി.എൻ. വാസവൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ കരുതും, വാസവൻ ഒരു ചെറിയ ആളല്ലേ. കോട്ടയം ജില്ലയിലെ തന്നെ പല ബാറുകളും അറിയപ്പെടുന്നത് വി.എൻ. വാസവൻ്റെ ബാർ എന്നാണ്. സാധാരണ ഒരു ചെത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഷാപ്പ് തൊഴിലാളിയായി വന്ന് പടിപടിയായി ഈ പറയുന്ന രാഷ്ട്രീയത്തിലൂടെ കടന്ന് ഒടുക്കം ഇപ്പം മന്ത്രി വരേക്കുമായി നിൽക്കുന്ന വി.എൻ. വാസവന് കോട്ടയം ജില്ലയിൽ എത്ര ബാറുകൾ ഉണ്ടെന്നുള്ളത് കോട്ടയം ജില്ലക്കാർക്ക് മുഴുവൻ അറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് എത്ര ഉണ്ടെന്നുള്ളത് ഇനി അന്വേഷിച്ചിറങ്ങാനൊന്നും നമുക്ക് സമയമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെ പോട്ടെ. എന്താണെങ്കിലും ഈ പറയുന്ന 2,11,00,000 രൂപ ഇത് കള്ളക്കണക്കാണെന്നുള്ളത് അറിയാം. നമുക്ക് തന്നെ അറിയാം. ഇല്ലാത്ത ഒരു പ്രോഗ്രാം നടത്തിയ ഒരു കഥ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർ ഇറക്കിയിരുന്നു. കേരളത്തിൽ ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാം അവിടെ നടന്നിരുന്നു. നന്ദഗോവിന്ദം ഭജൻസേ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അത് അവർ തന്നെ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ആരും ഇങ്ങനെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞില്ല, ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുമില്ല. ആ നന്ദഗോവിന്ദം ഭജൻസിന് ഇത്ര രൂപ കൊടുത്തെന്നും പറഞ്ഞൊരു കള്ളക്കണക്ക്. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ എത്ര പേര് വന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ കസേരകളാണ്. ഒരുപാട് സെമിനാറുകൾ നടത്തിയെന്ന് പറയപ്പെടുന്നു. എവിടെ കസേര ആണ് അല്ലെ? ഒഴിഞ്ഞ കസേരകളൊക്കെ ആണ് ആഷിക്കുക. അത് ഞങ്ങൾ സമ്മതിക്കുന്നത്. ഞങ്ങള് ഇടതുപക്ഷ അനുഭാവികൾ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു പരിമിതി ഇല്ലേ? ഏയ്ക്ക് എന്ത് പരിമിതി? അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ, അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട. അതിപ്പോ ഇതൊക്കെയാണ് വിഷയം. അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട, കടക്ക് പുറത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നം. ഒഴിഞ്ഞ കസേരകൾക്ക് ഏതാണ്ട് 1 കോടി രൂപ അടുത്തെങ്ങാണ്ട് ഒഴിഞ്ഞ കസേരകൾക്ക് ചിലവുണ്ട്. കഴിക്കാത്ത ഭക്ഷണത്തിനുണ്ട് ഏതാണ്ട് 2 കോടി 3 കോടി രൂപ ചിലവ്. പിന്നെ നടത്താത്ത പ്രോഗ്രാമിനുണ്ട് ഏതാണ്ട് 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കണ്ടി ചിലവ്. നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന വഴി ഇവരുടെ ഒരു വാദ്യ കലാകാരന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം പത്തനംതിട്ട വെച്ച് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഒരു പയ്യൻ മരണമടഞ്ഞിരുന്നു. ആ പയ്യൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതും കൂടി ഈ സമയത്തൊന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇവരുടെ ടീമിൻ്റെ വാദ്യ കലാകാരൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇതിനകത്ത് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കള്ളക്കണക്കുകളെല്ലാം കൂടി എഴുതിക്കൂട്ടി ഹൈക്കോടതി എന്ന് പറയുന്ന അവിടെ ചുമ്മാ തുറന്നു വെച്ചിരിക്കുന്ന ഒന്നുമല്ല. മനസ്സിലായോ? ചുമ്മാ തുറന്നു വെച്ചിരിക്കുന്നതല്ല. കേരളത്തിലെ, അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോടതി, അതായത് കീഴ്ക്കോടതികളുടെ പോലും മേലെ അധികാരം എടുക്കുവാനുള്ള, സർക്കാരിനെ പോലും ചോദ്യം ചെയ്യാൻ അധികാരമുള്ള ഒരു
നിയമവ്യവസ്ഥിതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഹൈക്കോടതി. ഹൈക്കോടതിയാണ് കണക്കുകൾ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ്. ഹൈക്കോടതിക്ക് ദേവസ്വം ബോർഡ് കൊടുത്ത കണക്കിൽ പൊരുത്തക്കേടുകൾ കൂടുതലാണ്. ഞാൻ മുൻപ് ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ആരാണ് ഈ ദേവസ്വം ബോർഡ്? സർക്കാർ തന്നെയാണ്. സർക്കാർ തന്നെ. അതിൽ ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? PN വാസവൻ ഈ ദേവസ്വം കണക്കുകൾ കൊടുക്കുന്നതിന് മുൻപ് ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? മന്ത്രിയെ തന്നെയാണ് ഈ ബോധിപ്പിച്ചത്. മന്ത്രി ബോധ്യപ്പെട്ട സാധനമല്ലേ ഈ ഹൈക്കോടതിയിലോട്ട് ചെല്ലുന്നത്? ആരെയാ പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങളെയോ അതോ കോടതിയെയോ? ഈ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം കഴിഞ്ഞിട്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് കയറി ഈ പറയുന്ന പാർട്ടിയിലേക്ക് വന്നിട്ട് ഇപ്പം മന്ത്രി വരെ ആയ തലയിലെ ബുദ്ധി അത് ഹൈക്കോടതിയിലോട്ട് ഇറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഹൈക്കോടതി പൊട്ടറൊന്നുമില്ല. ഹൈക്കോടതി അസ്വസ്ഥനാണ്. അത് നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞ വ്യക്തമായോ? ഈ റിപ്പോർട്ട് നിഷ്കരണം തള്ളിക്കളയും. തന്നെയുമല്ല, ഉറപ്പായും ഈ വരുന്ന മെയ് 4 വോട്ടെണ്ണൽ കഴിയുമ്പോൾ പ്രതിപക്ഷമായി മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വടിയിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ്. ഉറപ്പായും അട്ടി പ്രതീക്ഷിക്കുക. ഇതടക്കം പക്ഷേ മുഴുവൻ. അവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോൾ മധ്യവേനൽ അവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ ഈ സർക്കാരിനോടായിരിക്കുമോ ഈ കോടതി അതായത് മിച്ചം വരുന്ന 2.11 കോടി രൂപ ആ ഒരു സർക്കാരിൽ നിന്ന് ദേവസ്വം വകുപ്പിലേക്ക് അടയ്ക്കാൻ ആവശ്യപ്പെടുമോ? എന്തായിരിക്കും അങ്ങനെ ഒരു സാധ്യത? ഇപ്പോൾ സർക്കാരിന് ഇതിനെതിരെ ഒരു ആക്ഷേപം കൊടുക്കാൻ സാധിക്കും കോടതിയിൽ. കാരണം ഇത് തങ്ങളുടെ ഭരണസമയത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമല്ലെന്നും മുൻപ് നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും കാണിച്ച് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും അന്വേഷണ കമ്മീഷൻ മുൻപാകെ ഈ പറയുന്ന ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ന് ആരൊക്കെ അധികാരത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അവരെല്ലാവരും തന്നെ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. പിന്നെ സർക്കാരിൽ നിന്നൊന്നും ഈ ഫണ്ട് സർക്കാരിന് ബലം പിടിച്ച് നിൽക്കാൻ സാധിച്ചാൽ സർക്കാരിൽ നിന്നൊന്നും ഈ ഫണ്ട് പോയില്ല എന്നുള്ളത് മാത്രമല്ല, അകത്ത് കിടക്കേണ്ടിയും വരും. ഈ പറഞ്ഞ തുക പിഴയായിട്ട് തന്നെ കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വരുവാനുള്ള സാഹചര്യം ഉണ്ട്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും 10 വർഷം കഴിഞ്ഞ് അധികാരം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഇത്രയും കാലഘട്ടം നരയിപ്പിച്ചതിനൊക്കെ കൊടുക്കാതെ ഐക്യജനാധിപത്യ മുന്നണി കയറുമെന്ന് കരുതുന്നുണ്ടോ? ആഷിക്കിന് തോന്നുന്നുണ്ടോ? ഉറപ്പായും അന്വേഷണം വരും. ഇതിൻ്റെ പേരിൽ മാത്രമല്ല പല വിഷയങ്ങളിലും അന്വേഷണം വരും. ഇപ്പം നിന്ന് അവിടെ ഇവിടെ ഇല്ലാതെ കിടക്കുന്ന ലാവ്ലിൻ കേസ് അടക്കമുള്ള അന്വേഷണങ്ങൾ പൊങ്ങി വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള കേസ് വരും, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വന്നിട്ടുള്ള വിവാദങ്ങളുടെ കേസ് വരും, സ്വർണ്ണക്കടത്തിൻ്റെ കേസ് വരും. ശബരിമല സ്വർണ്ണക്കള്ളയല്ല, കരിപ്പൂര് വഴിയുള്ള സർക്കാർ ഈ പറഞ്ഞ പ്രതിക്കൂട്ടിലായി നിന്നിരുന്ന എയർപോർട്ട് സ്വർണ്ണക്കടത്ത് അതിൻ്റെ പേരുള്ള അന്വേഷണം വരും, ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വരും. അതുപോലെ തന്നെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ പേരിൽ തന്നെ വെട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം വരും, തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം വരും. എന്താണെങ്കിലും ശിഷ്ടകാലം പ്രതിപക്ഷം മിക്കവാറും ജയിലിൽ കിടന്ന് ഭരിക്കാനുള്ള സകല ചാൻസുകളും കണ്ടുവരുന്നുണ്ട്. 7 മാസം മുമ്പ് നടന്ന അയ്യപ്പ സംഗമം എന്ന ഒരു പൊറോട്ട് നാടകത്തിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് 2.11 കോടി കൈയിട്ട് വരുമ്പോൾ ഇതിനെതിരെ ജനം നൽകുന്ന മറുപടി ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫലം ആഞ്ഞടിക്കുക മെയ് 4 ശേഷമായിരിക്കും.